अस्सलामु अलैकुम। अल्हम्दुलिल्लाह अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व सहबिहि अജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ അധ്യക്ഷൻ അവറുകളെ, ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഭാവനമായ റബീഉൽ അവ്വൽ മാസം സുന്ദരമായ ഈ ദിനത്തിൽ ആരാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിഷയത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ അവസരം നൽകിയ അല്ലാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇരുചക്ര വാഹനങ്ങൾ ഉണ്ടാക്കി അതിന്റെ മേലെ പലക വെച്ചടിച്ചു കൊണ്ടുപോകാൻ പോലും ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തിൽ ചെങ്കടൽ തീരങ്ങളിലൂടെ ഇഴഞ്ഞു നടക്കുന്ന കടൽനണ്ടുകളെ കമ്പി കൊണ്ട് കുത്തിയെടുത്ത് പാതിരാത്രി മദ്യം വിളമ്പി കടന്നു പോകുന്ന പെണ്ണിന്റെ പാദസരികിൽ യുഗത്തിന്റെ താളം മേളങ്ങൾ കുത്ത് നിലാവിനെ നിറമാക്കി നൃത്തം ചെയ്യുന്ന കാട്ടറബികൾ. അങ്ങനെ മാനവ സമൂഹം അധംപതനത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കാലഘട്ടത്തിൽ അക്രമത്തിന്റെയും അനീതിയുടെയും കൊടുങ്കാറ്റുകൾ ലോകത്തേക്കെങ്ങും അടിച്ചു വീശിക്കൊണ്ടിരിക്കുമ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യൻ മണലാരണ്യത്തിൽ ആഗതനായി. തരിശായി കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളുമായി അറബികളെ അകറ്റി അവരിലുണ്ടായിരുന്ന ദുസ്വഭാവത്തെയും ജാഹിലിയ സംസ്കാരത്തെയും മാറ്റി അഖില ലോകത്തിന്റെ നേതാക്കളാക്കി വിനയത്തിന്റെ കെടാത്ത വിളക്കുകളുമാക്കി സുന്ദരമായ സംസ്കാരത്തിന്റെ ഉജ്ജ്വല പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആൾ സ്വാധീനവും സമ്പത്തും ഭരണാധികാരവും കിരീടവും സ്വർണവും മുത്തും മാണിക്യവും എല്ലാം തന്റെ കാൽച്ചുവട്ടിലിരിക്കെ ചുടാത്ത മണ്ണ് കൊണ്ട് പടുത്തുയർത്തിയ മൺചുമരിന്റെ വീട്ടിൽ ഈത്തപ്പനയോല കൊണ്ടുള്ള കൂരയ്ക്ക് കീഴിൽ സ്വന്തം കൈകൊണ്ട് വീട്ടുപണി ചെയ്ത് കീറപ്പായ വിരിച്ച് AC ഇല്ലാതെ ഫാൻ ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുളിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരാണ് ഇന്ന് ലോകത്ത് ഉള്ളത്. എന്നാൽ നാൽക്കാലികളെ തീറ്റിച്ച് പാൽ കറന്ന് അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കിപ്പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തിന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്ത ഒരു നേതാവ് ലോകത്ത് ഉണ്ട് എങ്കിൽ അത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ വേറെ ഒരാളും ഇല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. ലൗ അന്ന ഫാത്തിമത ബിൻത് മുഹമ്മദിൻ സദഖത ലകതഅതിഹ കട്ടത് മുഹമ്മദിന്റെ മകൾ ഫാത്തിമയായാലും കൈ ഞാൻ മുറിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്രിം ജാറക വലൗ കാന കാഫിറ, തന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിലും അവനെ നീ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിന് കാരുണ്യമായിട്ടാണ് അള്ളാഹു അങ്ങേ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തിന് കാരുണ്യമായി അവതരിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പുന്നാരി നബിയെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അതിനുവേണ്ടി നാഥൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും.